Hi. So today I'm here with the content mom, Remshina Mahmood. So the founder of Reform Media and of course a personal brand strategist. So welcome. Thank you. Okay. So ഞാനൊരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്. വൈ ദ കോണ്ടന്റ് മോം? അതിൻ്റെ ഒരു ബിഹൈൻഡ് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ആ ടൈറ്റിൽ എന്താണ് ഉള്ളത്? Okay. So basically എൻ്റെ എൻറ്റയർ ലൈഫ് ഈ രണ്ട് ടേമിൽ റിവോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ. വൺ ഈസ് കോണ്ടന്റ്, ദി അതർ വൺ ഈസ് മദർഹുഡ്. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫ് ഒരു ഹാഷ് ടാഗ് ആയിരുന്നെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവാറ്. ഓ. സോ ദർ വെർ എ ലോട്ട് ഓഫ് പീപ്പിൾ കമൻറ്റിങ് ഹിലാരിയസ് തിങ്സ്. അപ്പം ഞാനിങ്ങനെ ഒരു പേര് പേജിൽ കൊടുക്കണമെന്നൊന്നും ഞാൻ അപ്പം ഇങ്ങനെ ഒരു പേര് പേജിൽ കൊടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. സോ ഐ റാൻഡംലി ഗേവ് ദ കോണ്ടന്റ് മോം. സോ ആ പോസ്റ്റ് നല്ല വൈറൽ പോസ്റ്റ് ആയിരുന്നു. ആൻഡ് അതിലുള്ള എൻ്റെ ഒരുപാട് കൊളീഗ്സും ഫ്രണ്ട്സൊക്കെ ദേ വെർ ലൈക്ക് ദേ ഓൾ അപ്രൂവ്ഡ് ഇറ്റ്. പെർഫെക്റ്റ് വൺ, ദിസ് ഇസ് ദ പെർഫെക്റ്റ് ഫോർ യു. ലൈക്ക് ലൈഫും കോണ്ടന്റും കൂടി മിക്സ് ചെയ്തിട്ട്. എക്സാക്ട്ലി. ഓക്കെ. സോ ഐ ടുക്ക് ഇറ്റ് ടു മൈ പ്രൊഫൈൽ. അത് എന്തായാലും എൻ്റെ ബ്രാൻഡിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ് എൻ്റെ മദർഹുഡ് ജേർണിയും. സോ ഐ ലൈക്ക് രണ്ടും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തു. ഓക്കെ. സോ ഇത് ചോദിച്ചപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് വന്നതാ. ഇപ്പം നമ്മൾ കുറേ പേരെ ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ സെഷൻസ് ഒക്കെ വെക്കുമ്പം അവർ ചോദിക്കലുണ്ട് അവരുടെ ഓൺ നെയിം വെക്കണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ നെയിം വെച്ച് അത് ഏതാണ് കുറച്ചുകൂടി പേഴ്സണൽ ബ്രാൻഡിൽ ഒന്നുകൂടി നല്ലതായിട്ട് വരുന്നത്? ഒരു സ്പെഷ്യൽ നെയിം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാച്ചി നെയിം കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ അതേ പേരുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഈ ഒരു യുണീക്ക് നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയാണ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ആൾക്കാരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ഡു നോ അവരെ റിയൽ നെയിം അറിയെങ്കിലും നമ്മൾ അവരെ റിയൽ നെയിം അറിയെങ്കിലും നമ്മൾ ഈ ഒരു നിക്ക് നെയിം ഓർ ദ ബ്രാൻഡ് നെയിം വെച്ചിട്ടായിരിക്കും നമ്മൾ യെസ്. ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ ഡെവിൽ കുഞ്ചു ലൈക്ക് അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും കറക്റ്റ് നെയിം അറിയില്ല, പക്ഷെ ആ ഒരു രീതിക്കാണ്. ഫൈൻ. സോ ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്തായിരുന്നു ജേർണി, പേഴ്സണൽ ബ്രാൻഡിങ് ജേർണി, പേഴ്സണൽ ബ്രാൻഡിക്ക് എത്തിയൊരു സ്റ്റോറി ഉണ്ടാവും. സോ എങ്ങനെയാണ് അത് കം അപ്പ് വിത്ത് ദിസ് ഒരു നീഷ് ഒക്കെ? ഞാൻ ആക്ച്വലി ഒരു കരിയർ ബിൽഡ് ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ജോലി ചെയ്യണം, കരിയർ സെറ്റ് ചെയ്യണം എന്നുള്ള മാത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ അത്രത്തോളം ഒരു വിഷൻ ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ല. പക്ഷെ എല്ലാവരും പറയുന്ന പോലെ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ എനിക്ക് നെസസിറ്റി ആയ സമയത്താണ് ഞാൻ വിചാരിച്ചത് ഐ ഹാവ് ടു ഡു സംതിങ് മോർ. ആൻഡ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ളത് കൊണ്ട് എനിക്കറിയാം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവേണ്ടത് എങ്ങനെയാണ്, അത് ആയിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്താന്ന് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഐ തോട്ട് വൈ നോട്ട് ട്രൈ ഫോർ മൈ സെൽഫ്, ലെറ്റ് സി എന്താണ്. ഏറ്റവും നമുക്ക് എല്ലാം ഫ്രീ ആണ്. ഇൻ്റർനെറ്റ് ഈസ് ദെയർ, മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ മതി. ഐ നോ ഹൗ ടു റൈറ്റ് കോണ്ടന്റ്, ഐ നോ ദ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ബേസിക്കലി അവിടെ ആകെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എൻ്റെ ടൈം ആൻഡ് എഫേർട്ടാണ്. സോ ഐ തോട്ട് ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ. പറഞ്ഞാൽ ശരി, നമുക്ക് എല്ലാ പ്രൈമറി റിസോഴ്സസും കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഓഫ് കോഴ്സ് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ. ദെൻ ഞാൻ ഒരു കാര്യം ചോദിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ പേഴ്സണൽ ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് പലർക്കുള്ള ഡൗട്ടാണ് ലൈക്ക് എന്തൊക്കെ സ്കിൽസ് വേണം. ചിലർ പറയും ലൈക്ക് ഞാൻ ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് അങ്ങനെ എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ക്യാമറ ഫിയർ ഉണ്ടാവും. സോ അതെങ്ങനെയാണ് സ്കിൽസ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്? എന്തൊക്കെയാണ് മെയിൻ സ്കിൽസ് അല്ലെങ്കിൽ കോർ സ്കിൽസ് എന്തെങ്കിലും ഉണ്ടാവോ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ? നമ്മൾ വീഡിയോ ക്രിയേറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി പ്രസൻറ്റേഷൻ സ്കിൽസ് വേണം. പക്ഷേ അതുകൊണ്ട് പ്രസൻറ്റേഷൻ സ്കിൽസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇൻട്രോവേർട്ട് ആവണമെന്നില്ല. ഐ നോ എ ലോട്ട് ഓഫ് ഇൻട്രോവേർട്സ്, അത്യാവശ്യം നല്ല റീച്ചുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഹു ആർ ഇൻട്രോവേർട്സിന് എനിക്കറിയാം. ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. മേ ബി യു ആർ എ ഷൈ പേഴ്സൺ. ഷൈ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻബോൺ ആയിരിക്കുമല്ലോ. നമ്മൾ ചെറുപ്പം മുതലേ അത് ഞാൻ ചെയ്താൽ റെഡി ആവോ, ദർ ഇസ് എ സർട്ടൻ ഷെയിം ഓർ ദീസ് തിങ്സ് ദാറ്റ് വി അറ്റാച്ച് ടു അവർ സെൽഫ്. ആൻഡ് ഇല്ല ഞാനതൊന്നും ചെയ്യൂല എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ച് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് വരണം. ഞാൻ എൻ്റെ പേജിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഞാൻ വീഡിയോ പ്രസൻറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് ഐ ബിക്കെയിം കംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ആൻഡ് എല്ലാത്തിൻ്റെ ഇല്ലേ ഫസ്റ്റ് എക്സ്പീരിയൻസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വീഡിയോഗ്രാഫറിൻ്റെ കൂടെ വർക്ക് ചെയ്യാം, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാം. ബിക്കോസ് അപ്പോൾ ദേ വിൽ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു.
അപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആവും. ആൻഡ് ഫോർ ദാറ്റ് എനിക്ക് നല്ല ഭാഗ്യമായിരുന്നു. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് എനിക്ക് അത്രയും കമ്പനി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. സോ ഐ ഡidn't know I could present. അവർ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ പ്രസൻറ്റേഷനിലേക്ക് വരുന്നത്. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്പ് മീ ഇൻ ക്രിയേറ്റിംഗ് കോണ്ടൻറ്റ്സ്. യെസ്, ഓക്കെ. ആൻഡ് നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ലൈക്ക് ഇപ്പം ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ ഇപ്പം കുറേ പേർക്ക് ഇപ്പോഴും ലിങ്ക്ഡിനെ കുറിച്ച് ഒരുപാട് അങ്ങനെ അറിയുന്നില്ല. നമുക്കതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് വാട്ട് ഈസ് ലിങ്ക്ഡിൻ ആൻഡ് വൈ ഈസ് ലിങ്ക്ഡിൻ എന്നുള്ളത് ഒരു ബ്രീഫായിട്ട് നമുക്ക് എങ്ങനെയാണ് അത് കൺവേ ആക്കാൻ പറ്റുക? ഓക്കെ. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ഒരു 2 years ബാക്ക് നമ്മൾ ഒരു ജോബ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ജോബ് സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്നത്, ഇൻക്ലൂഡിങ് മീ. ഐ തിങ്ക് മോസ്റ്റ് മലയാളീസിന് ലിങ്ക്ഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വെരി റീസെൻ്റ്ലിയാണ്. അപ്പോൾ അതിൽ ലിങ്ക്ഡിൻ തന്നെ ദേ ചേഞ്ച് ദ പ്ലാറ്റ്ഫോം ആസ് എ ക്രിയേറ്റർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം. അപ്പോൾ ലിങ്ക്ഡിനിൽ ഒരു ക്രിയേറ്റർ ആവണമെങ്കിൽ നിങ്ങൾ വീഡിയോസ് തന്നെ പോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. യു ക്യാൻ ഷെയർ യുവർ പ്രൊഫഷണൽ ജേർണി, യുവർ പേഴ്സണൽ ജേർണി. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ബ്രാൻഡ് എന്താണ്, നിങ്ങൾ ഏത് കരിയർ കൂടെ പോകുന്ന ആൾക്കാരാണ്, എന്താണ് പോയിന്റ് ഓഫ് വ്യൂ, ഇതെല്ലാം കൂടുന്നതാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ്. അപ്പോൾ ലിങ്ക്ഡിനിൽ അത് ബിൽഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആൻഡ് അവിടെ വരുന്ന ആൾക്കാരുടെ ഇൻറ്റൻഷൻ കുറച്ചും കൂടി ബിസിനസ് റിലേറ്റഡ് ആണ്. ബിസിനസ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കരിയർ നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ HR മാനേജേഴ്സ് ഉണ്ടാകും അവരെ കമ്പനീസിലേക്ക് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ പേഴ്സണൽ തന്നെ എടുത്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടി നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുക എന്നുള്ളൊരു പേർപ്പസ് ആണെങ്കിൽ ലിങ്ക്ഡിനിൽ വരുമ്പം ഇൻറ്റൻഷനേ ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ്സ് എ ബെറ്റർ പ്ലാറ്റ്ഫോം ഇഫ് യു വോണ്ട് ടു ലൈക്ക് ലാൻഡ് യുവർ ഡ്രീം കരിയർ ഓർ ബിൽഡ് എ ബിസിനസ് ഫ്രം സ്ക്രാച്ച്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഒരു കുറച്ച് ഇയേഴ്സ് ബാക്ക് നോക്കും, ഫോർ എക്സാമ്പിൾ 2008 ഒക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടിയും സോഷ്യൽ മീഡിയ കൺസ്യൂം ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും ലൈക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അവരിങ്ങനെ വീഡിയോ ചെയ്ത് വന്ന് അവർക്ക് നല്ലൊരു കരിയർ ഓർ ഒരു നല്ലൊരു ലൈഫ് തന്നെ ചേഞ്ച് ആയിട്ടുള്ളതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാഷർ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. ആൻഡ് ഐ ലവ് ഹിസ് വീഡിയോ ബിക്കോസ് ഭയങ്കര ഒരു ജെന്യുവിൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആൻഡ് റീസെൻ്റ്ലി ഇപ്പോൾ ഇറങ്ങിയ വാഴ മൂവി, ഇപ്പം ഇൻ്റർവ്യൂസൊക്കെ നോക്കുമ്പം മിക്ക 90% ആൾക്കാരും ഹാഷിറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൂവി കണ്ടിട്ടുള്ളത്. അപ്പം സീരിയസ്ലി വെച്ചാൽ സോഷ്യൽ മീഡിയ ഹാവ് ചേഞ്ച്ഡ്, ലൈക്ക് അവരുടെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ലൈഫ് തന്നെ മാറ്റിയിട്ടുണ്ട്. സോ എന്താണ് അതിനെക്കുറിച്ച്, ലൈക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു ഇപ്പം കറൻ്റ്ലിയുള്ള പ്രസൻസിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? മൂവീൻ്റെ കേസിൽ ഇറ്റ്സ് വെരി ട്രൂ. ഞാനത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. ഹാഷർ ടീമും വരുന്ന സീനിൽ ദ റെസ്പോൺസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ആൻഡ് നമുക്കവിടെ എന്താ മനസ്സിലാക്കാന്ന് വെച്ചാൽ ദേ സോ ദി ഓപ്പർച്യൂണിറ്റി ആൻഡ് ദേ ഗ്രാബ്ഡ് ഇറ്റ്. ലൈക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. യു ഹാവ് ദ എന്താ പറയുക, ഒരു തേഴ്സ്റ്റ്, യു ഹാവ് ദാറ്റ് ക്രിയേറ്റിവിറ്റി, യു ഹാവ് ദി ഓപ്ഷൻസ്. എത്ര പെട്ടെന്ന് നമ്മളത് യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഏതൊരു കരിയർ ആണെങ്കിലും, ഈവൻ ഒരു സിനിമ കിട്ടണമെങ്കിൽ വി നോ ലൈക്ക് ഓഡീഷൻസ് പോകണം, ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ത്രൂ ദ ഓഡീഷൻസ്, ഗെറ്റ് ത്രൂ ദ റൈറ്റ് പീപ്പിൾ. ഇത് the opportunity comes to you. Yes, അതാണ് exactly. ഭയങ്കര ഡിഫറൻസ്. യു ജസ്റ്റ് ഹാവ് ടു ഷോക്കേസ് യുവർ സ്കിൽ ഫോർ ഫ്രീ. യെസ്. സോ ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ ആക്ച്വലി ഹീ ഈസ് എ ക്രിയേറ്റർ. അപ്പം ക്രിയേറ്ററും ഇൻഫ്ലുവൻസർ ആൻഡ് പേഴ്സണൽ ബ്രാൻഡ്, സോ ഇതൊക്കെ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടോ? ലൈക്ക് ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം ഒരു ബ്രാൻഡ് തുടങ്ങുക, അല്ലെങ്കിൽ എനിക്കൊരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പേഴ്സണൽ ബ്രാൻഡിങ് ആണോ ഫോക്കസ് ചെയ്യേണ്ടത്, ലൈക്ക് അവരുടെ സ്വന്തം പേഴ്സണൽ ബ്രാൻഡിങ് ആണോ, ഓർ ഒരു ഇൻഫ്ലുവൻസറായിട്ട് ക്രിയേറ്റർ, എങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക? Okay. These three terms, actually they have very thin lining between them. And most of the case എന്താ സംഭവിക്കാന്ന് വെച്ചാൽ these things collab. അതായത് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അബൌട്ട് പൊസിഷനിങ് എ പേഴ്സൺ, ക്രിയേറ്റിംഗ് കോണ്ടൻറ്റ്സ് ആൻഡ് ബിൽഡിംഗ് ദാറ്റ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി. അത് നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആകുമ്പം കുറച്ചും കൂടി ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ അത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, അങ്ങനത്തെ കോണ്ടൻറ്റ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ബ്രാൻഡ് കൊളാബ്സിനേക്കാളും കൂടുതലും കണ്ടൻറ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടമാവണം, അല്ലെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആൻഡ് ഷെയറബിൾ ആവണം എന്നുള്ളതായിരിക്കും മെയിൻ ഫോക്കസ്. ഇൻഫ്ലുവൻസേഴ്സ് ഓൺ ദി അതർ ഹാൻഡ് ദേ ആർ ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്, പക്ഷേ മോർ ഓഫ് പ്രൊമോഷൻ സ്പെസിഫിക് ആയിട്ടായിരിക്കും അവർ പ്രൊഫൈൽ ഗ്രോ ചെയ്യുന്നത്. ബിക്കോസ്
at the end of the day it's their job, it's their bread and butter. So പേഴ്സണൽ ബ്രാൻഡിങ് ഞങ്ങൾക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ആൻഡ് നമ്മൾ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആഫ്റ്റർ ഗെയിനിങ് എ സർട്ടൻ കമ്മ്യൂണിറ്റി, നോട്ട് ജസ്റ്റ് ഇൻ കേരള, വേൾഡ് വൈഡ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേ ലോഞ്ച് ബ്രാൻഡ്സ്. യെസ് യെസ് ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ദേ ലോഞ്ച് ബ്രാൻഡ്സ്. സോ അത് അവർക്ക് ആ കമ്മ്യൂണിറ്റി അത്രയും ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ചില ആൾക്കാർ ദേ ബിഫോർ ഹാൻഡ് അവർ പ്ലാൻ ചെയ്യും, ഈ ഒരു ലെറ്റ്സ് സേ ഒരു ഫിറ്റ്നസ് ആപ്പാണ് ഞാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് അറിയായിരിക്കും. സോ ദേ ഡോക്യുമെൻറ്റ് ദെയർ ഫിറ്റ്നസ് ജേർണി, ദേ ബിൽഡ് എ കമ്മ്യൂണിറ്റി അറൗണ്ട് ദാറ്റ് ടോപ്പിക്, സോ ദാറ്റ് സ്ലോലി ആൻഡ് ഗ്രാജുവലി ദേ ക്യാൻ ലെവറേജ് ഫ്രം ഇറ്റ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ഒരിക്കലും ഒരു സെയിൽസ്മാൻ ആവാൻ പാടില്ല. യെസ് എക്സാക്ട്ലി Because we follow you to see your content, we love your recommendations, but the moment somebody is pushing a product on us, നമുക്ക് അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക കണക്ഷൻ നമുക്ക് ലൂസായി പോകും. യെസ്. അപ്പം ഇതിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്ന ഒരു വലിയ ലെസൺ ഉണ്ട്. ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ് ഒരിക്കലും നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക, ഡയറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കല്ലാണ്ട് ഇൻഡയറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ ഒരു കേസ് വന്നപ്പോൾ ലിങ്ക്ഡൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് പറയുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ ലൈക്ക് ഒരു അക്കൗണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ അവർക്കൊരു സ്വന്തമായിട്ട് ഒരു ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് അവരെന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ബിസിനസ് പേജ് തുടങ്ങിയിട്ട് അതിൽ കൂടെയാണ് ഫുൾ കാര്യങ്ങൾ ചെയ്യുക. അതല്ലാണ്ട് അവരുടെ പേഴ്സണൽ ബ്രാൻഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എ ബ്രാൻഡ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിൽ കൂടെ കൂടി നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ കൂടെ കൂടിയിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൊക്കെ പിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ നല്ലതായിരിക്കില്ല. ആ ഒരു സെയിം സ്ട്രാറ്റജി ലിങ്ക്ഡനിൽ കുറേ പേര് ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. ആ സെയിം സ്ട്രാറ്റജി നമുക്ക് ഇൻസ്റ്റഗ്രാമിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇൻസ്റ്റഗ്രാമും ലിങ്ക്ഡിനും ആസ് എ പ്ലാറ്റ്ഫോം ഡിഫറെൻ്റ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാർ വീഡിയോ കോണ്ടൻറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രീതിയിലേക്കുള്ളതായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ലൈക്ക് ആർക്കിടെക്ട്സ്, ലൈക്ക് ഡോക്ടേഴ്സ്, ഈവൻ ദേ ആർ ക്രിയേറ്റിംഗ് കോണ്ടൻറ്റ്സ്. അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്കറിയാം അവരെ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്. ഫ്രം എ ഡോക്ടർ വാട്ട് വി നീഡ് ഇസ് ജെനുവിൻ അഡ്വൈസസ്. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും റോങ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ചെയ്ത് തരാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഇഫ് യു ആർ ടേക്കിംഗ് ദ കേസ് ഓഫ് എൻ ആർക്കിടെക്ട്, ആൾക്ക് ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്യേണ്ടത് ക്രെഡിബിലിറ്റിയാണ്. അപ്പോൾ ചെയ്ത പ്രോജക്ട്സിൻ്റെ സ്ഥലത്തുനിന്നും ചെയ്ത പ്രോജക്റ്റിൻ്റെ ബിഫോർ ആഫ്റ്ററും അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുക. സോ ഇറ്റ്സ് റിയലി ഡിഫറെൻറ്റ് ഫ്രം കേസ് ടു കേസ്. ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് വീഡിയോസിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, വിച്ച് ഈസ് ഷെയറബിൾ ആൻഡ് സേവബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ. സോ നമ്മൾ ഒരു മെയിൻ ടോപ്പിക് ഉണ്ട്, ലൈക്ക് ബിൽഡിങ് അ സക്സസ്ഫുൾ പേഴ്സണൽ ബ്രാൻഡ് 2025. ബിക്കോസ് നമുക്കറിയാം ഓൾമോസ്റ്റ് എൻഡായി തുടങ്ങി. ആൻഡ് ഇനി ഇവിടുന്ന് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പം എന്തായാലും വലിയൊരു ലൈക്ക് ഇപ്പോൾ തന്നെ ഒരു കരിയറായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോഴ്സസ്, കാര്യങ്ങളുണ്ട്. സോ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു ഇപ്പോൾ ഒരു ബിഗിനറാണ്, ഇപ്പം ഒരു ബിഗിനർ പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ് അവരുടെ നീഷ് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക, എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, സിംപ്ലി പുട്ട്, ലൈക്ക് നിങ്ങളെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് ആൻഡ് വാട്ട് യു ആർ ആസ്പയറിങ് ടു ബി. ഇത് രണ്ടും ഉണ്ടാവല്ലോ. ഞാനിപ്പോൾ എവിടെയാണോ ഉള്ളത്, എനിക്ക് എവിടെയാണോ എത്തേണ്ടത്, ഈ ജേർണി ഡോക്യുമെൻ്റ് ചെയ്താൽ മതി. ആൻഡ് യു ഡോണ്ട് നെസസറിലി ഹാവ് ടു ബി ലൈക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാവണം എന്നില്ല ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ. പീപ്പിൾ വോണ്ട് ടു സീ യുവർ ജേർണി, ദേ വിൽ സപ്പോർട്ട് യു. നമുക്കാണ് ആ ഒരു ഡൗട്ട്, ഒരു സെൽഫ് ബിലീഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഒരു പിൻവലിയലുണ്ടാവും. ഞാനിത് ഷെയർ ചെയ്തിട്ട് വാട്ട് ഇഫ് ഐ ഫെയിൽ, വാട്ട്സ് ദ വേഴ്സ്റ്റ് ദാറ്റ് കുഡ് ഹാപ്പൻ, യു വിൽ ഫെയിൽ. സോ അറ്റ്ലീസ്റ്റ് യു വിൽ ഹാവ് എ കമ്മ്യൂണിറ്റി, അതിൻ്റെ മേലെ നിന്ന് ബിൽഡ് ചെയ്താൽ മതി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വരുന്നത്. വൺസ് യു ഹാവ് എ കമ്മ്യൂണിറ്റി, യു ആർ നോട്ട് ഗോയിങ് ടു ഹിറ്റ് ദ റോക്ക് ബോട്ടം. ഞാൻ ഇനി ഫെയിൽ ആയി കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ഫെയിൽ ടു മൈ പേഴ്സണൽ ബ്രാൻഡ്, ഐ വിൽ ബിൽഡ് സംതിങ് എൽസ് ഫ്രം ദെയർ. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് പുട്ടിങ് ഇൻ. ഓക്കെ. അപ്പം നമുക്ക് ലൈക്ക് ടിപ്സ് പോലെ എന്തെങ്കിലും പറയാൻ പറ്റും? ലൈക്ക് എനിക്ക് തോന്നുന്നു പലർക്കുള്ള ഒരു ഡൗട്ട്സാണ്, ലൈക്ക് അവർക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കാറ്റഗറി ഫോക്കസ് ചെയ്യാനില്ല, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും അവരുടെ സ്കിൽ എന്താണെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. മേ ബി അതിൻ്റെ റീസൺ എന്ന് പറയുമ്പം ഇപ്പം ഒരുപാട് റീൽസൊക്കെ കാണുന്നുണ്ട്, ഒരു ഏജ് എത്തുമ്പോൾ കുറേ കൺഫ്യൂഷൻസ്. മേ ബി അവർ സ്കിൽഡ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഒരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഇപ്പം കാപ്പബിലിറ്റി വരുന്നില്ല. സോ അങ്ങനത്തെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് എങ്ങനെ ഒരു പേഴ്സൺ ബ്രാൻഡിൽ കണ്ടുപിടിക്കുക? ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള വേയിൽ. കാരണം അപ്പോൾ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ്ലി ചെയ്യാൻ പറ്റുള്ളൂ. കൺസിസ്റ്റൻ്റ്ലി ചെയ്താൽ
സോഷ്യൽ മീഡിയയിൽ വർക്ക് ആവുള്ളൂ. ഏത് സ്ട്രാറ്റജി ആണെങ്കിലും എത്ര ഭയങ്കര നമ്മൾ എത്ര ഒരു ടോപ്പ് നോച്ച് സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുവന്നാലും ഇഫ് യു ട്രൈ ഇറ്റ് ജസ്റ്റ് വൺസ് ആൻഡ് ലീവ് ഇറ്റ് ദെയർ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ചെയ്യണമെങ്കിൽ നമ്മൾ ഒതൻറ്റിക് സെൽഫായിട്ട് നിൽക്കുക. ഇപ്പം എസ്പെഷ്യലി ഓൺ ഇൻസ്റ്റഗ്രാം what I've noticed is people love raw videos. Yes. raw storytelling, what is happening, like അതിൽ നമ്മൾ വല്ലാണ്ട് അവരുമായിട്ട് റിലേറ്റബിൾ ആൻഡ് കണക്ട് തോന്നും. നമുക്ക് ഒരു തീരെ അച്ചീവബിൾ അല്ലാത്ത ഒരു സ്റ്റോറി കാണിക്കുന്നതിനേക്കാളും മേ ബി ഇറ്റ് വർക്ക്ഡ് എ വൈൽ അഗോ വി വർ ലൈക്ക് ഓ വാവ് എന്നുള്ളൊരു ഫീല് വരും. പക്ഷേ ഇപ്പം ഐ തിങ്ക് ഹ്യൂമൻ ബീങ്സ് ദേ ക്രൈവ് മോർ ഫോർ റിലേറ്റബിലിറ്റി, ദേ സപ്പോർട്ട് ദ പീപ്പിൾ. ഇപ്പം ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, I am a working mother, I am handling the home, handling the work and building a business on top of that എന്ന് പറയുമ്പോൾ I am knowingly or unknowingly building a community of women and mothers who would want to do the same. അപ്പോൾ നമ്മൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നാളെ സക്സസ്ഫുൾ ആയിട്ട് മാഗസീനിൽ വന്നിട്ട് ഞാൻ സ്റ്റോറി പറയാമെന്ന് വിചാരിക്കുന്നതിന് പകരം ടേക്ക് ദം അലോങ് വിത്ത് യുവർ ജേർണി ദാറ്റ്സ് ഗോയിങ് ടു ലൈക്ക് push at least one person to try and do the same. Yes, exactly. അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോസ് ആണെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ ഭയങ്കര ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് കുറച്ചുകൂടി റോ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, സോ ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓഫ് കോഴ്സ് ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ നമുക്കറിയില്ല, നമ്മൾ പ്രിപ്പയർഡ് ആവില്ല, നമുക്ക് ഇന്ന നീഷ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഹൗ വാസ് യുവർ ജേർണി? റംഷീനയുടെ ജേർണി എങ്ങനെയായിരുന്നു? ഓഫ് കോഴ്സ് ടഫായിരിക്കും, ലൈക്ക് ഓഫ് കോഴ്സ് ഒരു വുമൺ ഒക്കെ അറിയാം. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി കാര്യങ്ങളൊക്കെ? ഓക്കെ, മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ ദിസ്. പക്ഷേ ഞാൻ ഈ കോണ്ടന്റ് മോം എന്നുള്ള പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് I did try like modeling for like a very short span of time, but it didn't work for me. Like ഞാൻ തന്നെ പറയും ഒരുപാട് ട്രൈ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ സംടൈംസ് യു ഹാവ് ടു ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ്. അപ്പം ഞാനത് ചെയ്തപ്പോൾ എനിക്കെന്താ മനസ്സിലായെന്ന് വെച്ചാൽ the moment I started, I felt like that's not how I want to position myself എന്നുള്ളൊരു ഫീൽ വന്നത്. So I was like, no, I'm going to drop this plan and I'm going to do something that's related to my career itself. Because ആൾക്കാർക്ക് എൻ്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് ഇറ്റ് വാസ് ഓൾവേസ് റൈറ്റിംഗ് കോണ്ടൻറ്റ്സ്, ഹൗ ടു പൊസിഷൻ, ഹൗ ടു മെൻറ്റർ, ആ ഒരു കാര്യങ്ങളാണ്. സോ ദെൻ ഐ ഫൗണ്ട് മൈ ഈസി. യു ഹാവ് ടു ഫൈൻഡ് വാട്ട് വർക്ക്സ് ദ ബെസ്റ്റ് ഫോർ യു. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യുന്ന സാധനം തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത്, ലൈക്ക് ഫിദ മെൻഷൻ ചെയ്ത പോലെ ഇനീഷ്യലി ഐ ഡിഡ് നോട്ട് നോ എന്താണ് എൻ്റെ നീഷ് എന്നുള്ളത്. ഐ ആം ഇൻ ടു കോണ്ടൻറ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ് ആൻഡ് ഓൾ ദാറ്റ്. ലിങ്ക്ഡിൻ എടുക്കുന്നുണ്ട്. ബട്ട് ഐ ഡിഡ് നോ if it's the like, but I wasn't sure അത് തന്നെയാണോ എനിക്ക് ഒരു കരിയറായിട്ട് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഐ ടോക്ക്ഡ് അബൌട്ട് ജനറൽ ടോപ്പിക്സ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങുള്ള ജനറൽ ടോപ്പിക്സാണ് ഞാൻ ആദ്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. until I figured ഇതായിരിക്കും ആൾക്കാർക്ക് കേൾക്കേണ്ടത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്റ്റിംഗ് ഫ്രം യു എന്നുള്ളത്. സോ ആദ്യം ബ്രോഡായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്ന ഇറ്റ് ഇംപ്രൂവ്ഡ് മൈ കോൺഫിഡൻസ്. ഓക്കെ, ഐ ക്യാൻ ഡൂ ദിസ് എന്നുള്ളത്. സോ ആൻഡ് ഡോണ്ട് ഫോക്കസ് ഓൺ ദ നമ്പേഴ്സ്, എത്ര വ്യൂ കിട്ടി, എത്ര ഫോളോവേഴ്സ് കിട്ടി എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ എന്താക്കണേക്കുക അതിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് നമ്മൾ വൺസ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവുക നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഭയങ്കരമായിട്ട്. അത് ഐ ഹാഡ് നോ ക്ലൂ ഐ കുഡ് ബിൽഡ് എ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. then I was like, oh, this is good, I'm very grateful എന്നുള്ളൊരിത് വരും. എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമുക്ക് വരുമ്പോൾ ലേറ്റർ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസാണ്. ഇപ്പം നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ബിഗിനിങ്ങിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും സംസാരിച്ചു. ഐ തിങ്ക് അത് ആക്ച്വലി നല്ലൊരു ഗുഡ് പോയിൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മിക്കുള്ള ഷോസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് വാട്ട് എവർ നമ്മളൊരു എടുത്തു നോക്കുമ്പോൾ ആൾക്കാർ പറയും find your niche, make a target audience. But I think ഫൈൻഡ് യുവർ നീഷ് എന്നുള്ളപരി എങ്ങനെ നമ്മളൊരു നീഷ് കണ്ടുപിടിക്കുക എന്നുള്ള മേ ബി നമ്മുടെ സ്കില്ല് നമുക്ക് ഉണ്ടാവുമായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് സ്കില്ല് മാത്രമല്ല ആൾക്കാർക്ക് അത് വേണം എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മുടെ ഓഡിയൻസിന് അത് വേണോ വേണ്ടേ എന്നുള്ളൊരു ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് അല്ലെങ്കിൽ ഗോയിങ് ഫോർ നീഷ് നമ്മൾ ആദ്യം
നമുക്കുള്ള സ്കിൽ പ്ലസ് ആൾക്കാർക്ക് എന്ത് വേണ്ടെന്നുള്ളത് ഇങ്ങനെ ജനറലായിട്ട് സംസാരിച്ച് അതിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ആക്ച്വലി ഐ ലൈക്ക് ദ പോയിന്റ്. യു വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് റിക്വയർമെൻറ്റ്സ്. ഇപ്പം എനിക്ക് ഞാൻ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ പേജിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഐ ഗെറ്റ് വീഡിയോ പ്രസൻറ്റേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഓർ കോണ്ടൻറ്റ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. സോ അവിടെയും എനിക്ക് മനസ്സിലായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് കോണ്ടൻറ്റിലാണ്. ഇറ്റ്സ് അബൌട്ട് ടെല്ലിങ് സ്റ്റോറീസ് വെദർ ഇറ്റ്സ് ഫോർ ബ്രാൻഡ് ഓർ പീപ്പിൾ എന്നുള്ളത്. ഓക്കെ. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ലൈക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഞാൻ ആക്ച്വലി ഇവിടെ സോഷ്യൽ മീഡിയയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിങ്ക്ഡിനെ കുറിച്ചൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ദെൻ ലേറ്റർ ഞാൻ ലിങ്ക്ഡിനെ കുറിച്ച് കുറച്ചുകൂടി പഠിച്ചു തുടങ്ങിയപ്പം ഐ ഫൗണ്ട് ദാറ്റ് ദിസ് ഇസ് ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. കാരണം ലിങ്ക്ഡിനിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസും ഇതിലുപരി നമ്മുടെ കോൺസെപ്റ്റ്, നമ്മുടെ ഐഡിയാസ് എല്ലാം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ അതിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തപ്പം ഫൈനലി നമുക്ക് മനസ്സിലാക്കി ലിങ്ക്ഡിൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് എ സോഷ്യൽ മീഡിയ ആൻഡ് കുറേ പേര് ഇപ്പോഴും അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ബ്രോഡായിട്ട് തുടങ്ങിയിട്ട് എൻഡ് ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും തോന്നി. ട്രൂ. കാരണം ഐ ഹാഡ് ദ സിമിലർ എക്സ്പീരിയൻസ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടൻറ്റ്സ് പോസ്റ്റ് ചെയ്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ടൈമിനും ഐ യൂസ് ടു റൈറ്റ് ഇൻ ലിങ്ക്ഡിൻ. അത് ഐ ഹാഡ് നോ പ്രഷർ. ഞാൻ എൻ്റെ വർക്ക് ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യും, ചിലപ്പം റാൻഡംലി വരുന്ന തോട്ട്സ് ഷെയർ ചെയ്യും. പക്ഷേ പിന്നെ ഞാൻ ഈ ഓഫ്ലൈനായിട്ട് ഇവൻറ്റ്സിന് പോകാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് ഐ യൂസ് ടു ഗെറ്റ് 1 or 2 കമൻറ്റ്സ്. നിങ്ങൾ ഞാൻ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ഐ റീഡ് യുവർ പോസ്റ്റ്. ബട്ട് ഐ ഹാവൻ എവർ ഹേർഡ് ലൈക്ക് നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ലിങ്ക്ഡിനിലെ പോസ്റ്റ് വായിക്കലുണ്ട്. സോ ദാറ്റ്സ് വെയർ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ഫോളോവേഴ്സ്. ഐ ഹാഡ് മോർ നമ്പർ ഓഫ് ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം. പക്ഷേ എൻ്റെ ബിസിനസ് ലീഡ്സ് ആയിക്കോട്ടെ, ദ പീപ്പിൾ ഹൂ കോംപ്ലിമെൻറ്റ് ഇറ്റ്സ് മോസ്റ്റ്ലി ഫ്രം ലിങ്ക്ഡിൻ. സോ ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡിൻ്റെ അത് ആയതുകൊണ്ട് ഞാൻ പറയാണ്, ലിങ്ക്ഡിനിൽ ഒരു ബിഗിനറാണ് ഇപ്പം ഒരുപാട് പേര് പറയുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പോൾ ഒരാൾ മേ ബി ഫോക്കസ് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ എ ഐനെ കുറിച്ചിട്ട് ആൾ ഒരുപാട് സൈഡ് ബിക്കോസ് ഹി ലവ്സ് AI. അപ്പം ആൾ AI കുറിച്ച് പഠിക്കുന്നുണ്ട്. ബട്ട് ആളുടെ ഒരു കരിയർ എന്ന് പറയുമ്പം വല്ല IT ഫീൽഡിൽ ജോബായിരിക്കും. സോ അതെങ്ങനെയാണ് നമ്മളൊരു കോണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ലിങ്ക്ഡിനിൽ ആൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക? ബിക്കോസ് രണ്ട് ഇൻട്രസ്റ്റാണ് അവിടെ ഉള്ളത്. ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് ഗോൾ സെൻട്രിക് ആയിട്ടായിരിക്കും. ഇപ്പം IT ഫീൽഡിൽ ആൾക്ക് ഒരു ഹയർ അല്ലെ വേറൊരു കരിയർ ഷിഫ്റ്റ് വേണമെങ്കിൽ ഒബ്വിയസ്ലി ഹി ഹാസ് ടു പൊസിഷൻ ഹിസ് IT ഫീൽഡ് ക്രെഡിബിലിറ്റി. ഇനി അതല്ല, ആൾക്ക് ഇപ്പോൾ ഉള്ള ജോബ് തന്നെയാണ് he is going to continue, but this is a community he is building because he wants to do something with AI. ഇനി ഇപ്പം അതിപ്പോൾ എല്ലാം ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. സം പീപ്പിൾ ഡു ഇറ്റ് ഫോർ പാഷൻ ഓൾസോ. അങ്ങനെയാണെങ്കിൽ ഹി ക്യാൻ കണ്ടിന്യൂ ടു ബിൽഡ് ദാറ്റ് കമ്മ്യൂണിറ്റി, ബട്ട് ഹി വിൽ നോട്ട് ബി ലൈക്ക് ഏബിൾ ടു ഡു ഇറ്റ് ഫോർ പൊസിഷനിങ് ഇൻ IT ഫീൽഡ് എന്നാണുള്ളൂ. ഓക്കെ. ഏതെങ്കിലും ഒരു സ്പെസിഫിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ, ഫൈൻ. ആൻഡ് റംഷീന ഒരു പേഴ്സണൽ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഒരു ചെറിയൊരു ഡൗട്ട്, ബിക്കോസ് ഐ നോ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് എന്നുള്ളത്, ബിക്കോസ് യു ആർ ലൈക്ക് ക്വീൻ എന്ന രീതിക്കാണ്. ഓക്കെ. സോ അപ്പം പേഴ്സണൽ ബ്രാൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പം ലൈക്ക് ജസ്റ്റ് ഒരു കോണ്ടൻറ്റ് ക്രിയേഷനിലുപരി ബ്രാൻഡ്സിന് വേണ്ടി സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആ രീതിക്കാണ് പൊസിഷനിങ് വരിക? എല്ലാ ബ്രാൻഡ്സിൻ്റെയും ദർ വിൽ ബി പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്, ആൻഡ് അവർ ആണ് ആ ബ്രാൻഡിൻ്റെ എസെൻസ്. അവരുടെ അടുത്താണ് വട്ട് യു കോൾ പവർ ഉള്ളത്. ഈവൻ ദോ ബ്രാൻഡ് വിൽ ബി പോപ്പുലർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടെസ്ല, ഇലോൺ മസ്ക്, ആപ്പിൾ, സ്റ്റീവ് ജോബ്സ്, വി അസോസിയേറ്റ് ദ ക്വാളിറ്റി ഓഫ് ദീസ് ബ്രാൻഡ്സ് വിത്ത് ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫൗണ്ടേഴ്സ് ദേ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ദേ വോണ്ട് ടു ഷെയർ വിത്ത് ദ വേൾഡ്. ദേ ക്യാൻ ഡോക്യുമെൻറ്റ് എവറിത്തിങ്. ദർ ഈസ് എ huge storytelling or a marketing opportunity from the perspective of a founder. But the only thing they lack is time and proper strategies to പൊസിഷൻ ദംസെൽസ്. അപ്പം അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഓക്കെ, അതൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണല്ലോ അപ്പം. ഓക്കെ. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യൂഷ്വലി നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. സോ ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്.
ഇപ്പം നമ്മളൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈം എടുത്തിട്ടും നമ്മൾ എഫേർട്ട് എടുത്തിട്ടും നമ്മളിപ്പം വീഡിയോ കാര്യങ്ങൾ ഷൂട്ട്, ഇപ്പം ആസ് എ സോഷ്യൽ മീഡിയ മാനേജർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കോണ്ടൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് എഫേർട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. ബട്ട് നമ്മളുടെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ലൈക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, സോ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ വരുമ്പം നമ്മളിങ്ങനെ ഒരു മടിച്ച് നിൽക്കും. എന്ന് വെച്ചാൽ ലൈക്ക് അപ്പോൾ അതിനുള്ള ഒരു ആൻസർ എന്താ, മടിച്ച് എല്ലാവരും നിൽക്കും, പക്ഷേ വി ഷുഡ് സ്റ്റാർട്ട്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുമോ അതിന്. സോ അതിനുള്ള റിപ്ലൈ എന്താ, ലൈക്ക് ഇത്രയും പൊസിഷനിങ് നിൽക്കുകയാണ് ഇപ്പം, സോ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്തിട്ട്? ഞാൻ 4 വർഷം മടിച്ചിരുന്ന ആളാണ്. സോ ഐ ആം ദ റൈറ്റ് പേഴ്സൺ ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. പിന്നെ ഞാനൊരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് എന്താ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഐ ട്രീറ്റഡ് മൈസെൽഫ് ആസ് എ ക്ലയൻറ്റ്. എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഞാനാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ. സോ ഹൗ ഡു ഐ പൊസിഷൻ മൈസെൽഫ്, അല്ലെങ്കിൽ ഹൗ ഡു ഐ പ്രസൻറ്റ്, എന്താണ് എൻ്റെ ബ്രാൻഡ്, വാട്ട് ഈസ് ദ വേ ഐ കമ്മ്യൂണിക്കേറ്റ്, ഹൂസ് ദ കമ്മ്യൂണിറ്റി ഐ എം ബിൽഡിങ്, അല്ലെങ്കിൽ ഐ ഈവൻ ഡിസൈഡഡ് ഓൺ ദ കളർ ആൻഡ് ദ ഫോണ്ട് ദാറ്റ് ഐ വിൽ ബി യൂസിങ് ഓൺ മൈ പ്രൊഫൈൽ. സോ ദാറ്റ്സ് ഹൗ ഡീപ്പ് യു ഹാവ് ടു ഗോ. യു ഹാവ് ടു കൺസിഡർ യുവർ സെൽഫ് ആസ് യുവർ ഫസ്റ്റ് ക്ലയൻറ്റ്, വിച്ച് ഈസ്. കാരണം നിങ്ങളെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന കണ്ടിട്ടാണ് വേറൊരാൾ ട്രസ്റ്റ് ചെയ്യുക. അതേപോലെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഇല്ലേ, ബിസിനസ് ഗ്രോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ബിസിനസ് ആയാലും ഒരു സർവീസ് ബിസിനസ് ആയാലും പ്രോഡക്റ്റ് ബിസിനസ് ആയാലും എന്താണെങ്കിലും നമുക്ക് ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ദ റൈറ്റ് ടീം മെമ്പേഴ്സ് വിത്ത് യു. ആൻഡ് അവർ നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡ് കണ്ടിട്ടോ നിങ്ങളെ വർക്ക്സ് കണ്ടിട്ടോ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക. ആൻഡ് ഫോർ ദാറ്റ് ഓൾസോ ലൈക്ക് അട്രാക്റ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് എ ടോപ്പ് ടാലൻറ്റ്, ഇഫ് യു ലുക്ക് അറൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന അധിക ബ്രാൻഡ്സിലും പീപ്പിൾ ഹാവ് ഹയർഡ് their members through LinkedIn, or people have hired people who are personal brands, because that's free marketing. യെസ്, പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ ഫ്രീ മാർക്കറ്റിംഗ്, അത് ലൈക്ക് ആ ഒരു കോൺസെപ്റ്റ് എനിക്കിഷ്ടമായി. അതെന്താണ് ലൈക്ക് അത് കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് പറയാൻ പറ്റുമോ? വൈ? അതായത് ദീസ് പീപ്പിൾ ആർ ഓൾറെഡി ട്രസ്റ്റ് വർത്തി, ദേ ഹാവ് എ കമ്മ്യൂണിറ്റി, സോ ഇറ്റ്സ് ഈസിയർ ഫോർ ദം ടു സെൻഡ് ദ മെസ്സേജ് അക്രോസ്. അവർക്ക് എന്താണോ നമുക്ക് പറയാനുള്ളത് അതൊരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്താൻ, അങ്ങനത്തെ ഒരാളാണ് നമ്മളെ ബിസിനസ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഈസിയർ ടു മൂവ് ഫോർവേഡ്. അവരോടൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുക. ഓക്കെ. സോ 2025 പേഴ്സണൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം റംഷീനയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു 5 ടിപ്സ്. 5 ടിപ്സൊന്നുമില്ല, പക്ഷേ റിപ്പിറ്റേറ്റീവ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് എലിമിനേറ്റിംഗ്, പിന്നെ കൺസിസ്റ്റൻസി, അതേപോലെ സ്റ്റോറി ടെല്ലിംഗ് വിൽ സ്റ്റിൽ വർക്ക്. ഓക്കെ. റിപ്പിറ്റേറ്റീവ് പാറ്റേൺ ഉദ്ദേശിച്ചത്, അതായത് നമ്മളൊരു സിഗ്നേച്ചർ സ്റ്റൈല് കൊണ്ടുവരാം, അതിൽ തന്നെ റിപ്പീറ്റേറ്റീവായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. അതായത് ഇഫ് യു ഹാവ് ലൈക്ക് ഒരു സ്ട്രക്ചർ, ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, ഐ എം പോയിൻറ്റിങ് ഔട്ട് എ പെയിൻ പോയിന്റ്, ഐ എം ഗിവിങ് എ സൊല്യൂഷൻ. അതാണ് നിങ്ങൾ ഒരു സ്ട്രക്ചർ എങ്കിൽ എല്ലാ വീഡിയോ അതേ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഓഫ് കോഴ്സ് ആഫ്റ്റർ ടെസ്റ്റിംഗ് ആൻഡ് എലിമിനേറ്റിംഗ്, അതായത് ആദ്യം ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഏതാണോ വർക്ക് ചെയ്യുന്നത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ബാക്കിയുള്ളത് എലിമിനേറ്റ് ചെയ്യുക, അതിൽ ഡബിൾ ഡൗൺ ചെയ്ത് പോവാം. ഓക്കെ. അല്ലേ, കൺസിസ്റ്റൻസി ഒരു ഓവർ റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണൽ ബ്രാൻഡ്? കാരണം ഇപ്പം ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട്. അപ്പം വാട്ട് യു ഫീൽ? ഫ്രം എ ബിഗിനർ പെർസ്പെക്റ്റീവ് കൺസിസ്റ്റൻസി എപ്പോഴും നല്ലതാണ്. സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർ പറയും കൺസിസ്റ്റൻസി അല്ലല്ലോ വേണ്ടത്, നമ്മൾ ഒരു ക്വാളിറ്റിയാണ്, വീഡിയോൻ്റെ ക്വാളിറ്റിയാണ്, പ്രസൻറ്റേഷനാണ് എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ആവാൻ നോക്കുന്ന ആളാണ്, നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രസൻറ്റേഷൻ സ്കിൽസ് ഉണ്ടാവില്ല, കണ്ടൻറ്റ് ഏതാ വർക്ക് ചെയ്യാന്ന് അറിയുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതൊക്കെ ഒരു ത്രഷോൾഡ് എത്തിക്കാൻ ഒരു പരിധി വരെ കൺസിസ്റ്റൻസി നല്ലതാണ്. ആൻഡ് വെൻ ഐ സേ കൺസിസ്റ്റൻസി, ഇറ്റ്സ് നോട്ട് ലൈക്ക് പോസ്റ്റ് എവറി ഡേ, വിച്ച് ഇസ് ഫൈൻ, which algorithm loves. പക്ഷേ കൺസിസ്റ്റൻസി ക്യാൻ ഓൾസോ ബി ലൈക്ക് പോസ്റ്റിംഗ് ട്വൈസ് എ വീക്ക്, വൺസ് എ വീക്ക്. യു വിൽ ഫൈൻഡ് ഔട്ട് ഏത് ടൈമാണ് നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ്ലി വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. ഇനി പേഴ്സണൽ ബ്രാൻഡ് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് പേഴ്സണൽ ബ്രാൻഡിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ളൊരു സൈഡുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പേഴ്സണൽ ബ്രാൻഡിങ്, ബിക്കോസ് നമ്മളുടെ എന്ത് ഇൻസൈറ്റ്സ് ആണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റോറി ടെല്ലിങ് വാട്ട് എവർ, അതൊരു കോണ്ടൻറ്റ് ക്രിയേഷൻ കൂടെയാണ് ലൈക്ക് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്. സോ
എങ്ങനെയാണ് ആ ഒരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് കടക്കുക എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം മേ ബി എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് സ്റ്റോറി ടെല്ലിംഗ് എനിക്ക് പറയാൻ അറിയാം, അതല്ല എനിക്ക് ഒരാളോട് സംസാരിക്കാൻ അറിയാം, ഞാൻ ചിലപ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാവും. ബട്ട് ഒരു ക്യാമറ വരുമ്പം ഇതൊക്കെ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ അതെങ്ങനെയാണ് അതൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യുക, ആൻഡ് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, അതെന്താവും? സി ഞാൻ പേഴ്സണലി ഫോളോ ചെയ്ത സ്റ്റെപ്പേ എനിക്കറിയുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് മീ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എവറി ഡേ വിച്ച് ഈസ് ഗോയിങ് ടു ബി എക്സോസ്റ്റിംഗ്, നമ്മൾ ഇൻ അഡ്വാൻസ് ബാങ്ക് ചെയ്ത് വെക്കുക. ഫസ്റ്റ് യു സിറ്റ് ആൻഡ് ഫിഗർ ഔട്ട് ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻസ് ആണ് വേണ്ടത് എന്നുള്ളത്. ദെൻ യു റൈറ്റ് ഡൗൺ ദ സ്ക്രിപ്റ്റ്സ്, നോട്ട് ലൈക്ക് എൻറ്റയർലി എങ്ങനെ സംസാരിക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് യു ഡോണ്ട് ഹാവ് ടു നോട്ട് ഡൗൺ. പോയിൻറ്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. വൺസ് യു ഹാവ് ലൈക്ക് 10 or 15 കോണ്ടൻറ്റ്സ് റെഡി, ദെൻ യു ക്യാൻ ഷൂട്ട് ആൻഡ് എഡിറ്റ്. ആൻഡ് ആദ്യം തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയി ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഹൈ എൻഡ് മൊബൈൽ ഫോൺസിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് വാട്ട് എവർ എക്യുപ്മെൻറ്റ്സ് യു ഹാവ്. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെ കയ്യിലും എന്തായാലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവുമല്ലോ. ആൻഡ് ഇഫ് യു വോണ്ട് ബെറ്റർ സൗണ്ട് ക്വാളിറ്റി, ഒരു മൈക്ക് അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ചാൽ മതി. ആൻഡ് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ യു ഹാവ് 10 കോണ്ടൻറ്റ്സ്. കാരണം ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര അപ്ലോഡ്സ് ഉണ്ടാവും. കുറേ ആൾക്കാർ നമുക്ക് ലൈക്ക് ജെനുവിൻലി ദേ സപ്പോർട്ട്. But then maybe for the second and third video, that will not be the case. ചിലപ്പോൾ നമ്മളും ഈച്ചയും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ യു ക്യാൻ ബി ലൈക്ക് ആ 10 വീഡിയോസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ലൈക്ക് ദിസ് ഈസ് ഗോ ഫോർ 10 days എന്നുള്ളത് നമുക്ക് ഓൾറെഡി മൈൻഡ് സെറ്റ് ചെയ്യാം. സോ ദാറ്റ് അതിന് ശേഷം വരുന്ന ഒരു നോയ്സ് നമ്മളെ വേണ്ട ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. വിത്തിൻ ദാറ്റ് 10 days യു ക്യാൻ റീകവർ ആൻഡ് ദെൻ പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് കോണ്ടന്റ് ബാച്ച്. ഓക്കെ, സോ ഒരു സോഷ്യൽ മീഡിയ കലണ്ടർ, ലൈക്ക് ആ ഒരു കലണ്ടർ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതല്ലേ? ഫൈൻ. സോഷ്യൽ മീഡിയ കലണ്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ കലണ്ടർ. കാരണം ആ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അയ്യോ എന്നുള്ള ഫീലായിരിക്കും. ബട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 30 days ഓൾറെഡി പ്ലാൻഡ് ആണത്. സോ ഐ തിങ്ക് ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡിലാണെന്ന് നമ്മൾ പേഴ്സണലി ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയ കലണ്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലേ. നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഐ സിറ്റ് ഡൗൺ വിത്ത് ദ ക്ലയൻറ്റ്സ്, വി ടോക്ക് അബൌട്ട് വാട്ട് വി ആർ ഗോയിങ് ടു പോസ്റ്റ് അടുത്ത ഒരു മന്തിൽ. ദെൻ വി ഫിഗർ ഔട്ട് എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓഫ് കോഴ്സ് വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ കമ്പനി, ദ എക്സ്പീരിയൻസസ്, ആൻഡ് കേസ് ടു കേസ് ദെയർ വിൽ ബി ലൈക്ക് തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് അറ്റ് പ്രസൻറ്റ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ യു വിൽ ബി സർപ്രൈസ്ഡ് ജസ്റ്റ് ഹൗ മെനി പീസ് ഓഫ് കോണ്ടൻറ്റ്സ് യു ഹാവ് എന്നുള്ളത്. 2025 ഓൾമോസ്റ്റ് ആയി തുടങ്ങി. സോ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പം ഒരുപാട് പേർക്ക് ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. ലൈക്ക് അവരെന്തായാലും ഇപ്പം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിന് ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഓൾമോസ്റ്റ് അറിയാം. കാരണം നമ്മളിപ്പം അറിയാമല്ലോ 2008 തൊട്ടിട്ട് തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവഞ്ച്വലി ആണ് ഇപ്പം ഈ 2000 എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഭയങ്കര ആക്സെപ്റ്റഡ് ആയിരുന്നു. സോ ഒരു 2025 നമ്മൾ പോകുമ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്, അത് മേ ബി ഓൺടർപ്രണേഴ്സ് ആവാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആവാം, ഓർ ഈവൻ ജസ്റ്റ് ക്രിയേറ്റേഴ്സ് ആവാം. സോ നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് പോകാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൻ്റെ ഒരു പ്ലേ ബുക്ക്, ഒരു ഫുൾ സ്റ്റെപ്പ് എന്തായിരിക്കും ലൈക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഓക്കെ, സി നമുക്ക് വി ക്യാൻ ഓൺലി ഫോർകാസ്റ്റ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത്. ഫ്രം മൈ പെർസ്പെക്റ്റീവ് ആൻഡ് വാട്ട് ഐ ഹവ് അണ്ടർസ്റ്റുഡ് ഇൻ 2024, ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് യുവർ വൈ. ലൈക്ക് എന്തിനാണ് ആ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? ആ ഗോൾ ക്ലിയർ അല്ലെങ്കിൽ യു മൈറ്റ് ബിൽഡ് എ കമ്മ്യൂണിറ്റി ബട്ട് യു വിൽ നോട്ട് ബി ഏബിൾ ടു ലെവറേജ് ഇറ്റ്. ഇപ്പം ഇഫ് ദ ഇൻറ്റൻഷൻ ഈസ് ടു ഗോ വൈറൽ, there are many ways to go viral. There are many ways to get reach, many ways to build a community. പക്ഷേ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ there is no point. നമുക്ക് അതിൽ നിന്നൊന്നും ലെവറേജ് ചെയ്യാൻ പറ്റില്ല unless your only goal is to entertain people. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും. സോ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് യുവർ വൈ. എന്തിനാണ് ഈ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? പിന്നെ ദിസ് ഈസ് ലൈക്ക് നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ ലൈക്ക് കോണ്ടന്റ് റൈറ്റേഴ്സ്, നോ യുവർ ഓഡിയൻസ്. ദിസ് ഈസ് ലൈക്ക് വി നോ ലൈക്ക് മന്ത്ര, നോ യുവർ ഓഡിയൻസ്. ലൈക്ക് ആരാണ് നിങ്ങളെ ഓഡിയൻസ്, ആരോടാണ് സംസാരിക്കുന്നത്? അത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വാട്ട് എവർ മെസ്സേജ് യു പുട്ട് അക്രോസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
അത് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. സംടൈംസ് നമ്മൾ ചില ബ്രാൻഡിൻ്റെ ആഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് ദ ടാർഗറ്റ് ഓഡിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല ആ മെസ്സേജിങ്. സോ നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡും ആരോടാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി എപ്പോഴും നല്ലതാണ്. ബിക്കോസ് ഇഫ് യു ആർ ഓൺലി കമ്മ്യൂണിക്കേറ്റിംഗ് ടു പീപ്പിൾ ഇൻ കേരള ഇറ്റ് ക്യാൻ ബി ഇൻ മലയാളം. നമുക്ക് മലയാളത്തിൽ തന്നെ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ഇഫ് യു വോണ്ട് ടു റീച്ച് എ വൈഡർ ഓഡിയൻസ് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ആൻ ഇൻ്റർനാഷണലി സ്പോക്കൺ ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ലൈക്ക് ദാറ്റ് എവറി ഡിസിഷൻ ഷുഡ് ബി റിവോൾവിങ് അറൗണ്ട് എന്തിനാണ് ഈ പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ളത്. പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ഒരു കരിയർ ആക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി യുവർ മാർക്കറ്റ് ഈസ് ദി എൻറ്റയർ വേൾഡ്. സോ ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ് ടു പെർട്ടിക്കുലർ റീജൻ എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുക. ഇഫ് യു ആർ എ ബിസിനസ് പ്രൊഫഷണൽ ആൻഡ് യു വോണ്ട് ടു ഗ്രോ യുവർ ബിസിനസ് like pan India or in the world you are going to do some import or export or anything like that, LinkedIn is your go to platform. പക്ഷേ നിങ്ങൾക്ക് റീജിയണലി ആണ് ഗ്രോ ചെയ്യേണ്ടത്. ലെറ്റ്സ് സേ യു ആർ എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓർ യു ആർ എ ഡിസൈനർ ഓർ സമൺ ലൈക്ക് ദാറ്റ്, യു ക്യാൻ ഗോ ഫോർ ഇൻസ്റ്റഗ്രാം ആസ് വെൽ. കാരണം നമുക്ക് അവിടെ വേണ്ടത് കമ്മ്യൂണിറ്റി ഹൂസ് ഇൻ ദ ജോഗ്രഫിക് ഏരിയ എന്നുള്ളത്. സോ ബേസ്ഡ് ഓൺ ദ ഗോൾസ് അത് സെറ്റ് ചെയ്യാം ഏത് പ്ലാറ്റ്ഫോമാണെന്നുള്ളത്. ദെൻ കംസ് ദ പ്രോസസ് ഓഫ് കോണ്ടൻറ് ക്രിയേഷൻ ലൈക്ക് വി മെൻഷൻഡ് ഏർലിയർ. എല്ലാം ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്യുക ആൻഡ് ട്രീറ്റ് യുവർ സെൽഫ് ലൈക്ക് എ ക്ലൈൻറ്റ്. ബി അക്കൗണ്ടബിൾ. എൻ്റെതല്ലേ അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാണ്ടിരിക്കുക, which is bound to happen once you start getting clients. So അതിനുള്ള പ്രോപ്പർ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ഈ ഒരു എൻറ്റയർ പ്രോസസ്സിന് പ്രോപ്പർ SOP കൊടുക്കുക. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്യാൻ എപ്പോഴും എളുപ്പമായിരിക്കും. സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകാം. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാനിങ് ഇറ്റ് ഹിയർ പ്ലാൻ ഇറ്റ് ഹിയർ. ഇവിടെ പ്ലാൻ ചെയ്തതിനാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് മറന്നു. ബിക്കോസ് 100,000 some amount of thoughts that cross our mind in a day. Like exact the ഓർമ്മയില്ല amount exact number ഓർമ്മയില്ല, but there are n number of thoughts going in your head every day. So whenever you have an idea or a thought, you write it down. Plans, write it down. There is no planning in the head anymore. So അത് ചെയ്യാം. Then start execute ചെയ്യുക. ലേൺ അലോങ് ദ ജേർണി. ആരും പെർഫെക്റ്റ് ആയിട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പെർഫെക്ഷന് വേണ്ടി എത്ര വർഷം വേസ്റ്റ് ചെയ്യുന്നോ അത്രയും വർഷം യു ആർ ലൂസിങ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ആക്ച്വലി ട്രൈ ഔട്ട് സംതിങ് ആൻഡ് ലേൺ. ഓക്കെ. സോ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഇപ്പം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പേഴ്സണൽ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ്. സോ ഓഫ് കോഴ്സ് ഒരുപാട് കമ്പനീസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ക്ലയൻസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് സ്വന്തമായിട്ടൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു പൊസിഷനിലെത്തിയത്. സോ ഹൗ വാസ് യുവർ ജേർണി ടഫായിരുന്നോ? ഓർ എങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്? ഇപ്പം ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യും. സോ എന്തായാലും ഫെയിലിയേഴ്സ് ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. സോ എങ്ങനെയായിരുന്നു ജേർണി? ലൈക്ക് ഫ്രം ദ ബിഗിനിങ് എന്തായിരുന്നു, എവിടെയായിരുന്നു? സോ എങ്ങനെയാണ് ഇപ്പം ഈ കാണുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയത്? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഖത്തറിലൊരു കമ്പനിയിൽ ഇൻറ്റേൺ ആയിട്ടാണ്. സോ അവിടെ എനിക്കൊരു സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. ഐ ഡിഡ്ന്റ് ഈവൻ നോ ലൈക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കരിയർ ഉള്ളൊരു സ്ഥലമാണ്. സോ ഒബ്വിയസ്ലി ലൈക്ക് എനി അതർ ഗ്രാജുവേറ്റ് ഒരു BBA കഴിഞ്ഞിട്ട് എന്ത് ജോലിക്ക് പോകണം എന്നറിയില്ല. ഐ വെൻറ്റ് ഫോർ ലൈക്ക് ഓൾ സോർട്ട് ഓഫ് ഇൻ്റർവ്യൂസ്. ഐ വെൻറ്റ് ഫോർ അക്കൗണ്ടിങ്, I went for admins, I went for a lot of jobs. പക്ഷേ some of them I got but couldn't go due to some reasons. പക്ഷേ ചിലതിൽ എനിക്ക് if I get that job what I will do എനിക്കറിയില്ല. I don't have any skills. എഡ്യൂക്കേഷൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞു ബട്ട് I don't have any skills എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. So I looked at engineers and doctors and was like, my god, why I didn't study harder എന്നുള്ള ഭയങ്കരമായിട്ടൊരു തോട്ട് വന്നൊരു ടൈമായിരുന്നു അത്. അപ്പോൾ ഈ കമ്പനിയിൽ ഇൻറ്റേൺ കയറി. സോ അവിടെ സോഷ്യൽ മീഡിയ ആയിരുന്നു ഹാൻഡിൽ ചെയ്യുന്നത്. ഐ വാസ് അമ്യൂസ്ഡ്. ഫേസ്ബുക്ക് അതിൽ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊരു ജോബാണോ? ഇൻസ്റ്റാഗ്രാം അതിൽ ഇത് കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ജോബാണോ? ഇയേഴ്സ് ബിഫോർ ആയിരുന്നോ? ഇറ്റ് വാസ് ഇൻ 2016-17. ഓക്കെ, ഫൈൻ. ഓക്കെ. സോ നമ്മളവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടീമായിരുന്നു. അവിടെ അത് ഇവൻച്വലി ആ ടീം ഐ കുഡ് ലീഡ് ദം. ആ 2 റേഡിയോ സ്റ്റേഷൻ്റെയും കോണ്ടൻസും അതിൻ്റെ പ്രൊമോഷൻസും. സോ I didn't know the certain set of rules for doing it, but I was doing everything. Like I had the freedom to experiment. So communities build ചെയ്യാൻ തുടങ്ങി, നമ്മൾ കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വരുന്നത്. Even then what I really missed is a structured
വേ ഓഫ് ലൈക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നല്ലേ. സോ എന്തൊക്കെയോ ചെയ്ത് ചിലതൊക്കെ വർക്കായി ചിലതൊക്കെ പാളിപ്പോയി. ആൻഡ് ഫ്രം ദെയർ നമ്മൾ കോവിഡ് ടൈമിനാണ് നാട്ടിലേക്ക് സെറ്റിൽ ആവുന്നത്. ബിഫോർ ദാറ്റ് ഒരു പ്രഗ്നൻസി ടൈമിന് ഐ ടുക്ക് ബ്രേക്ക് ഫ്രം ദ വർക്ക് ആൻഡ് ഐ വാസ് പ്ലാനിങ് ടു റിട്ടേൺ. സോ ഐ വാസ് ലൈക്ക് ഒരു റെഗുലർ ലൈഫാണ്, അത് കഴിഞ്ഞു ഇനി തിരിച്ച് കമ്പനിയിലേക്ക് കയറും എന്നുള്ളതാണ്. ബട്ട് ഡ്യൂ ടു ലൈക്ക് സർട്ടൻ സിറ്റുവേഷൻസ് നമ്മൾ നാട്ടിലേക്ക് ഷിഫ്റ്റായാലും ഐ സഡൻലി ഫെൽറ്റ് ലോസ്റ്റ്. ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ച ഒരു കമ്പനി, ഒരു ബ്രാൻഡ് എല്ലാം പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി എന്നുള്ള പോലെ. ആൻഡ് വാട്ട് ഐ വിൽ ഡൂ എന്നുള്ളതായി. ദെൻ ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഞാൻ പഠിച്ചു നോക്കി. ഐ ഡിഡ് ട്രൈ ടു ടേക്ക് എ കരിയർ ഷിഫ്റ്റ് ദെയർ. ഇടയ്ക്ക് ഞാനൊരു US വിസ ഡോക്യുമെൻറ്റേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ബോറിങ് ഫോർ മീ. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഡൈനാമിക് ആയിട്ടുള്ളൊരു ഇതാണ്. You have one or the other things, always some chaos. I was so used to that chaos, I couldn't like sit in front of the laptop and do the work like that. അതെനിക്ക് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല. So after 3 months itself I decided I'm not continuing that job. എന്നിട്ട് I started studying about the companies here. അപ്പോഴും അവിടെയും എൻ്റെ ഡിസിഷനെ പെർസ്വേഡ് ചെയ്തത് നല്ല ഓൺലൈൻ പ്രസൻസ് ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ള രീതിയിലാണ്. Then I joined a digital marketing agency in Calicut itself. അവിടെ ഞാൻ കൂടുതലും കണ്ടൻറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. ആൻഡ് the first time a brand like outside, ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനി അല്ലാണ്ട് ഒരു ബ്രാൻഡിന് വേണ്ടി ഒരു കണ്ടൻറ്റ് എഴുതിയപ്പോൾ I got huge appreciation from them. It was a brand story for a website. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബൂസ്റ്റായി. They loved what I wrote for them. So the founder is appreciating the way I put their story across എന്നുള്ളൊരു സംഭവം. ദെൻ മൂവിങ് ഫോർവേഡ് SEOയിൽ കോണ്ടൻറ്റ്സ് എഴുതാനും സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ്സ് എഴുതാനും അങ്ങനെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോബ് അതായിരുന്നു. ബിക്കോസ് ഐ വാസ് എ വെരി ന്യൂ മോം ബാക്ക് ദെൻ. എനിക്ക് ഒരുപാട് സ്ട്രെസ് എടുത്തിട്ട് വർക്ക് ലൈഫിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമായിരുന്നു. ബട്ട് ഐ വാണ്ടഡ് ദ മൊമെൻറ്റം ടു ബി ഗോയിങ്. അതുകൊണ്ട് ഞാൻ എന്താക്കില്ല, ക്വിറ്റ് ചെയ്യാണ്ട് ലൈക്ക് ഫോർ സംബഡി ഹൂ ജസ്റ്റ് വാണ്ട്സ് ടു കണ്ടിന്യൂ വിത്തൗട്ട് ക്വിറ്റിംഗ്. റൈറ്റിംഗ് എന്നുള്ളത് ഒരു ഭയങ്കര നല്ലൊരു കരിയറാണ്. ബി ഇറ്റ് പേഴ്സണൽ ബ്രാൻഡിങ് ഓർ കോണ്ടൻറ് റൈറ്റിംഗ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്നാണെങ്കിലും റിമോട്ടായിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറാണ്. സോ ഐ ഹെൽഡ് ഓൺ ടു മൈ കണ്ടൻറ്. ആൻഡ് ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം തിങ്സ് സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് ഇൻ. ഷീ സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ് ലിറ്റിൽ ബിറ്റ് ഇൻഡിപെൻഡൻറ്റ്. വി ഫൗണ്ട് ഔട്ട് എ ഡേ കെയർ and those things. I'm being very like raw. So then I realized it's time to go to the next level. Appo that's where I started creating contents. In between also I took a break from the agency I worked with for around 6 months or something. Then I came back and became a trainer in an academy. Again break കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കൊരു ഫ്രീലാൻസിങ് കരിയർ എന്നുള്ളത് it's going to be difficult. അതുകൊണ്ട് I came back to my base and I built my brand over there. അവിടെ നിന്ന് തന്നെ ഞാൻ I knew like within 6 months I have to resign the job and do something on my own എന്നാണ് എൻ്റെ ഗോൾ ഉണ്ടായത്. So goal setting is really important. So those 6 months was the time I gave to myself. Go create your personal brand or content or something, get some freelance clients and you have to work independently എന്നുള്ളത്. And with God's grace by 6 months I was able to get freelance clients. അത് ഞാൻ വിചാരിച്ചത് ഫുള്ള് റൈറ്റിംഗ് ജോബ്സ് ആയിരിക്കുന്നു. ബട്ട് I was doing video presentations. I was handling the social media for people. അപ്പം yeah, it worked for me and it will work for anyone who's willing to give it a try. And from there was no looking back. I went ahead and did all the things in my checklist. I was basically following a checklist. ഇത് ചെയ്യണം. I was not sitting and waiting. അത് work ആവുണ്ടോ. Things will follow. You just have to like move forward. Yes. So that's how today we are reaching here. Very grateful that I now have a team. Because ഞാൻ പറഞ്ഞ പോലെ ഒരു ആഫ്റ്റർ എ പോയിന്റ് യു കാൺട്ട് ഗോ അലോൺ. ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റർ യു ക്യാൻ ഗോ അലോൺ. ബട്ട് ഇഫ് യു വാണ്ട് ടു ഗോ ഫാദർ യു ഹാവ് ടു ഗോ ടുഗെദർ. സോ ഒരു ടീമൊക്കെ ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ്. ഓക്കെ. അതിൽ ഇപ്പം ഈ ഒരു സ്റ്റോറി ലൈനിൽ 2 പോയിൻറ്റ്സ് ആണ് എന്നെ ഹൈലൈറ്റ് ചെയ്തത്. ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇപ്പം നമ്മൾ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ മോട്ടിവേഷണലായിട്ട് ഇങ്ങനെ പറയുമ്പം അവർ പറയുന്ന ഒരു കാര്യമാണ് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോറിയിൽ തന്നെ നമുക്ക് മനസ്സിലായി ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് എന്നുള്ളത്. ആൻഡ്
ലൈക്ക് ഒരു ഗോൾ സെറ്റിംഗ്. ഐ തിങ്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവട്ടെ അല്ലെങ്കിൽ ഏതൊരു കരിയർ ആവട്ടെ, ഗോൾ സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ കാരണം നമുക്ക് തന്നെ ഒരു ടൈം കൊടുക്കുക ചെയ്യുന്നത്, ലൈക്ക് 6 months 1 year എന്നൊരു ടൈം കൊടുത്തിട്ട്, ആൻഡ് ഒരു മേ ബി ഒരു ജോബ് അതിൽ നിന്നൊക്കെ ഒരു ഫ്രീ ആയിട്ട് സ്വന്തമായിട്ടൊരു പേഴ്സണൽ ബ്രാൻഡ് ഒരു പേഴ്സണലായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതെനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡായി ഫീൽ ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നു 2016 ഒരു ഇപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വർക്ക് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലൊക്കെ വർക്ക് ചെയ്യുക. അത് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഒരു കരിയർ അത്രയും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. സോ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പം റംഷീനെ ഫോക്കസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആ ഒരു സൈഡായിരിക്കും. സോ അതിൻ്റെ ഒരു സ്കോപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഇപ്പം സോഷ്യൽ മീഡിയ പഠിച്ചതുകൊണ്ട് നമുക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഡെഫിനറ്റ്ലി നമ്മൾ സോഷ്യൽ മീഡിയേൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവാൻ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് യു നോ ഹൗ ദ പ്ലാറ്റ്ഫോം വർക്ക്സ്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചിലപ്പോൾ വേറെ ബ്രാൻഡ്സിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടാകും. യു നോ വാട്ട്സ് ട്രെൻഡിങ്, യു നോ ഹൗ ടു യൂസ് ദ ടൂൾസ്. ദീസ് തിങ്സ് come so naturally and easy for us. We don't see it as a knowledge or a skill, but social media is a skill. Knowing how to use it well is a skill. So just you need to learn how to monetize it as well. അതേപോലെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത ടൈമിന് എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഐ വർക്ക്ഡ് ഇൻ ഖത്തർ. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലും the amount of knowledge about digital marketing is more. Yes. I didn't know there were so many niches like SEO, Meta, web development, content writing, copywriting. These are all different career paths. So നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ദി എൻഡ് യു ആർ ഗോയിങ് ടു ഹാവ് n number of options to grow your career. You don't have to go for more than 2 or 3 niches all together. അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു വർക്ക് ചെയ്യാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ അത്രയും ഓപ്ഷൻസ് ആണ്. ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആഫ്റ്റർ മൈ BBA. സോ വി ഹാവ് ഡിസ്കസ്ഡ് മെനി തിങ്സ്. കാരണം പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഫുൾ കോൺസെപ്റ്റ് ആൻഡ് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ട ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. Thank you so much for having me. Okay.